ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗാണ് കാണിക്കുന്നത്. 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, 2-3 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. വീഡിയോ എടുക്കാനെന്നുള്ളൊരു മനസ്സില്ല, അതാണ് സത്യം. പിന്നെ ഇന്നും മുടങ്ങിയേനെ. പിന്നെ ഇന്നും കൂടി നമ്മുടെ വാച്ച് അവറെല്ലാം അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചാനലിനെ എങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ തുടങ്ങിയ രീതി എങ്ങനെയാണോ അതുപോലെ പോയി നിൽക്കും. പിന്നെ അത് പിടിച്ച് കെട്ടിക്കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഇന്ന് കുറച്ച് വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഒരു വ്ളോഗാക്കി അങ്ങോട്ട് ഇടുവാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ രാവിലെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ കൊടും മഴയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ചായിട്ട് എണീറ്റത്. അപ്പോൾ മൊത്തം ചോർന്നൊലിക്കുമായിരുന്നു കേട്ടോ രാത്രിയൊക്കെ. അപ്പോൾ ഉറങ്ങിയതും താമസിച്ചാണ്. അകമെല്ലാം ചോരുന്നു. അപ്പോൾ രാവിലെ എണീറ്റോടൊക്കെ അങ്ങ് തുടച്ച് വെള്ളമെല്ലാം തറ മൊത്തം കുളമായി കിടക്കുമായിരുന്നു കേട്ടോ. എല്ലാം നമ്മുടെ 2 റൂമും ഹാളും എല്ലാം ഭയങ്കര ചോർച്ചയാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും സമയം ഒരുപാടായി. അപ്പോൾ മാവ് അരച്ച് വെച്ചിട്ടൊന്നുമില്ല കാപ്പിക്ക്. അപ്പോൾ കഞ്ഞി വെക്കാമെന്ന് തലേന്നേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പാത്തുവിന് നല്ല പനിയും ചുമയും ഒക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ സ്കൂളിൽ പോക്ക് മുടങ്ങിയിട്ടുണ്ട്. ആളിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പം നല്ല ഉറക്കമാണ്, ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിൽ തന്നെ കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ട്. പച്ചരി വെച്ചിട്ടുള്ള കഞ്ഞി കേട്ടോ, പൊടിയരിയില്ല. നമ്മുടെ പച്ചരി വെച്ചിട്ട് പെട്ടെന്ന് ആവുമല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പച്ചരി വെച്ചിട്ട് കഞ്ഞിക്ക് വേണ്ടിയിട്ട് അതങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം ഒന്ന് തിളച്ച് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ചായ കൂടി കഴിഞ്ഞു. പിന്നെ കുറച്ച് ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് വന്നവരൊന്നുമല്ല, വീഡിയോസ് കാണുന്നുണ്ട്. കമൻറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കാരണം കമൻറ്റ് സ്ഥിരമായിട്ട് ചെയ്യുന്നവരെയൊക്കെ എനിക്കറിയാം. അപ്പം സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ കഞ്ഞി അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് നമുക്കൊരു ചമ്മന്തി ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും കൊച്ചുള്ളിയും പുളിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരച്ച് മാറ്റി. ബാക്കി തേങ്ങയിൽ നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ ഇട്ട്, നമ്മൾ വെളുത്തുള്ളി, ജീരകം, ഒരു പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് തോരനും കൂടെ അരപ്പ് റെഡിയാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ പയർ വെള്ളമൊക്കെ വറ്റി നല്ല വെന്തിട്ടുണ്ടായിരുന്നു. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പം അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ച തേങ്ങയുടെ ചൊവയൊക്കെ ഒന്ന് മാറ്റി. ഇനി അതിലേക്ക് ഒരു ഇച്ചിരി താളിച്ചങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. കടുകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുപ്പങ്ങ് കത്തുമല്ലേ, കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എല്ലാവർക്കും കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാപ്പുമ്മായിയാണ് ഞാൻ മുന്നേ കാണിച്ചത്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനും ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. എപ്പോഴോ ക്യാമറ ഒന്ന് തിരിച്ചു വെച്ച സമയത്ത് പാപ്പുമ്മ അതിൽ പെട്ടതാണ്. അപ്പോൾ ഞാനത് കളഞ്ഞില്ല, ഡിലീറ്റ് ആക്കിയില്ല. അപ്പോൾ കഞ്ഞിയും നമ്മുടെ ചമ്മന്തിയും ചെറുപയറിൻ്റെ തോരനുമായിരുന്നു രാവിലത്തെ കാപ്പി കൂടി അങ്ങനെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയാണേ ഈ സമയത്ത്, നല്ല ചാറ്റലാണ്. തലേന്ന് വൈകുന്നേരമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, കൊടും മഴയായിരുന്നു. അതുകൊണ്ടാണ് വീടിനകം മൊത്തം ചോർന്നൊലിച്ച് ഈ അടുപ്പൊക്കെ കുളവായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഉണങ്ങിയ ചാമ്പലൊക്കെ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ ചിരട്ടയൊക്കെ ഇട്ട് കനലാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീ പിടിപ്പിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. ഇനി മീൻകറി വെക്കണം. പിന്നെ ഇടയ്ക്ക് ഒത്തിരി നാളുകൊണ്ട് കാണുന്നുണ്ട് കേട്ടോ, തൈരിൽ നമ്മുടെ വഴുതനങ്ങ ഇട്ടിട്ടുള്ളൊരു തൈര് കറി, വൈറൽ തൈര് കറിയൊക്കെയാണ്.
അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാം. കുറച്ച് വാടിയ വഴുതനങ്ങ കിടപ്പുണ്ട്, അതുകൊണ്ട് നമുക്കത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് തൈര് ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും ചാറ്റൽ മഴയായി. പിന്നെ മഴ അങ്ങ് നന്നായിട്ട് ഉറച്ചങ്ങ് പെയ്തു കേട്ടോ. മഴയൊന്ന് തോർന്നപ്പോഴാണ് ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടിരുന്നത്. ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇടാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് നല്ല മഴയാണ്. തലേന്ന് വൈകുന്നേരം മഴ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പെയ്യുന്ന മഴയെല്ലാം നല്ല അടിപൊളി മഴയുമാണ്. അപ്പം മീൻ തലേന്നേ കിട്ടിയ മീനാണ്. അയലയുണ്ട്, ചാളയുണ്ട്. അപ്പം ചാള കുറച്ച് പൊരിക്കാനും ബാക്കി നാളത്തേക്കും വെച്ചു. അയല ഇങ്ങ് കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. മഴ ആയതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി മീൻ വെട്ടാനിരിക്കാത്തത്. ഇതിന് നെഗറ്റീവ് കമൻറ്റ് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ അതൊന്നും ഇഷ്ടമാവത്തില്ല. വീടിനകത്ത് നിങ്ങൾ മീൻ വെട്ടുന്നോ എന്നൊക്കെ ചോദിച്ചേക്കാം. ഇടയ്ക്ക് അങ്ങനെയൊക്കെയുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനതങ്ങ് എപ്പോഴേ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതിൽ കിടക്കുമ്പോഴത്തേക്ക് നമുക്കും അതൊരു നെഗറ്റീവായിട്ട് തോന്നും. അതുകൊണ്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ദേ മീൻ കഴുകാണ് കേട്ടോ. മുറ്റം മൊത്തവും വെള്ളവും തുളിയും മഴയും ആകുമ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ കണ്ടിക്കാൻ പിന്നെ എന്ത് ചെയ്യും? മീൻ വെട്ടാൻ ഇതിനകത്തിരുന്നല്ലാതെ പുറത്തിറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കഴുകുമ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് കഴുകുമ്പോൾ ഈച്ചയൊന്നും കയറത്തില്ല കേട്ടോ. ആ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ അനിയത്തി തേങ്ങയൊക്കെ തിരുമുന്നുണ്ട്. കറണ്ട് ഇങ്ങനെ പോയി വന്ന് നിൽക്കുകയാണ്. മഴ പെയ്താൽ പിന്നെ പറയേണ്ട, കറണ്ടിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കറണ്ട് പോയാൽ പിന്നെ വൈകുന്നേരമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നും രാവിലെ ഒന്നും കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ പോയി വന്നു അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കറണ്ടുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ തിരുമ്മി അരപ്പൊക്കെ റെഡിയാക്കി മീനും വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചോറ് വെന്ത് കിടക്കുകയാണ്. ഇനി അതൊന്ന് വാർത്തിട്ടാൽ മതിയേ. അപ്പം ആ അയല ഞാൻ കറി വെക്കാൻ വേണ്ടി വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചാളയും കൂടെ വരഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ തൈര് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. കാക്കയുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇടയ്ക്ക് കൂട് കെട്ടിയിട്ട് തനിയെ കൂടൊക്കെ നശിച്ച് പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ വീണ്ടും കൂട് കെട്ടിയിട്ടുണ്ട്. അത് നോക്കണം ഇനി എവിടെയൊക്കെയാണ്. മൊത്തം പ്ലാവിലൊക്കെ കൂട് കെട്ടി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതാണ് വീണ്ടും നമ്മുടെ വീഡിയോയിലെല്ലാം കാക്കയുടെ സൗണ്ടായിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഒക്കെ തേച്ച് മസാലയൊക്കെ പുരട്ടി എണ്ണയിൽ ഒരുപാടങ്ങ് മൂപ്പിക്കാതെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകണ്ട. ഒരുപാടങ്ങ് മൂത്താൽ പിന്നെ കൊള്ളത്തില്ലായിരിക്കും. അപ്പോൾ ആ വീഡിയോയിലും ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ബട്ടറിലൊക്കെ ആട്ടോ ചെയ്തത്. നമ്മൾ ബട്ടറിലൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ കുറച്ചും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഇത് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുവാണ്. തൈരും കുറച്ചാണ് ഉള്ളത്. അപ്പോൾ അത്രയൊക്കെ മതി. അങ്ങനെ വഴുതനങ്ങയൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് താളിച്ച് തൈരൊക്കെ ഇട്ടിട്ട് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട പാടേ ഉള്ളൂ. അധികം പണിയൊന്നും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ. ബംഗാളി ഡിഷാന്ന് തോന്നുന്നു. ബംഗാളി ഡിഷായിട്ടാണ് അതിൽ എഴുതിയിരുന്നത് ആ വീഡിയോയിൽ. അപ്പോൾ മീനിൽ നമ്മൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടി ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ചട്ടിയിലോട്ടെ. അപ്പോൾ അതേ നമ്മൾ വഴുതനങ്ങ പൊരിച്ച അതേ എണ്ണയിൽ കുറച്ച് കടുകും കുറച്ച് കൊച്ചുള്ളിയും കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് താളിച്ചിട്ട് നമ്മൾ തൈര് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ആ വഴുതനങ്ങ അതിലേക്ക് പറക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ തൈര് കിടന്ന് അതൊന്ന് നല്ല ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ച് സമയം കഴിയുമ്പോൾ അതിലേക്ക് തൈരൊക്കെ പിടിച്ചിട്ട് ഒന്ന് കുഴഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വഴുതനങ്ങ അതിലിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു തീ അപ്പോഴത്തേക്ക് വിടരുത് കേട്ടോ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ ഇടേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കുക, അടച്ച് വെക്കുക. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ആ വഴുതനങ്ങ ഇരുന്നങ്ങ് കുതിർന്ന് സെറ്റായിക്കോളും.
അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി, മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറി ഞാൻ അതിലേക്ക് ഒഴിച്ചില്ല, ഈ കറി മാത്രം അങ്ങോട്ട് ഒഴിച്ച്. കാരണം ഇന്നത്തെ ഒരു റെസിപ്പി ഇതാണല്ലോ, അതുകൊണ്ട് ഇത് മാത്രം ഒഴിച്ച് നോക്കിയതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. മഴയായതുകൊണ്ടാണ് അവിടെ വെച്ച് നിർത്തുന്നത്. ഇൻഷാ അല്ലാ നാളെ കാണാം. അസ്സലാമു അലൈക്കും. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും.